സിമ്പിൾ ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദാൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. ഇതിനായി അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ചെറിയ തക്കാളി, സവാളയും 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ബട്ടർ, 1.5 ടീസ്പൂൺ നെയ്യ് എന്നിവയാണ്. ആദ്യം നമുക്ക് പരിപ്പ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ കപ്പിനാണ് 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഇതിനാവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് വെന്തിട്ട് കുക്കറിൻ്റെ വിസിലിൻ്റെ ഇടയിൽ കൂടി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ എടുത്ത് വച്ചേക്കുന്ന സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ 4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്, പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാൽ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗ ഓണാക്കി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കടുകല്ല, ജീരകമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കളർ മാറി ചെറിയ ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി വെന്ത് വഴന്ന് വരണം. ഏകദേശം കളർ മാറി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ്, അതുകൊണ്ട് നമുക്ക് ആ കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കി ഉപ്പെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി.